സോ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് വരയ്ക്കുന്നത്. ഈ ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നത് അതിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഒരു കോൺഫിഗറേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് 3 റീജിയൻ ആണുള്ളത്. എമിറ്റർ, ബേസ്, കളക്ടർ. കൺസിഡർ ദിസ് റീജിയൻ ഈസ് ദി എമിറ്റർ and this region is base and this region is collector. Okay, this is configuration. And consider this is an NPN transistor. NPN transistor ആണെന്ന് വിചാരിക്കുക. സോ NPN transistor ആണെങ്കിൽ ഇവിടെ ലാർജ് എമിറ്ററിൽ ഹൈലി ഡോപ്ഡ് റീജിയൻ ആണ്. സോ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണും. സോ ദിസ് ഡോട്ട്സ് റെപ്രസെൻറ്റ് ഇലക്ട്രോൺസ്, large number of electrons. Okay, and here we have an PN junction, and here also we have a PN junction. So this is emitter base junction, this is collector base junction, and base is very lightly doped and very small region. So a few holes are there, and here collector is a size ulla region aanu, and a few number of electrons is moderately doped region. Okay, ഇങ്ങനെയാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കോൺഫിഗറേഷൻ ഇരിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്, സാധാരണ ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന് പറയുന്നത്, അത് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിലായിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷനും റിവേഴ്സ് ബയാസ് ആക്കുമ്പോഴാണ് അത് ആംപ്ലിഫൈ ചെയ്യുന്നത്. സോ ദിസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ should be in forward bias, base junction in forward bias, and the collector base junction is in reverse bias. Reverse bias line. Okay, so ഇതാണ് നമ്മുടെ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിന് ഈ റീജിയനിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ കൺസിഡർ ഞാൻ കുറച്ച് നമ്പേഴ്സ് തരാം, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കൺസിഡർ നമ്മുടെ എമിറ്റർ റീജിയനിൽ 100 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, യു ഹാവ് 100 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി എമിറ്റർ റീജിയൻ. ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണും, ഞാൻ അസ്യൂം ചെയ്യുകയാണ് 100 നമ്പർ. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായാലും ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. സോ ഞാൻ അസ്യൂം ചെയ്യുകയാണ് 100 നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആൻഡ് ഇൻ ബേസ് റീജിയൻ വി ഹാവ് only two holes. And in collector region we have number of electrons. ഞാൻ അത് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ജംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ഫോർവേഡ് ബയാസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് റീജിയൻ, ഇവിടെ പോസിറ്റീവ് റീജിയൻ, കാരണം ഇത് എൻ റീജിയൻ ആയ കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫോർവേഡ് ബയാസ് ആവും. ആൻഡ് ഞാൻ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഡയോഡിനെ പോലെ തന്നെ ആഫ്റ്റർ 0.7 വോൾട്ടേജ് ദ ബാരിയർ വിൽ ബ്രേക്ക് ആൻഡ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ലാർജ് കറന്റ് സ്റ്റാർട്ട് ടു ഫ്ലോ. അപ്പം എമിറ്റർ ബേസ് ജംഗ്ഷനിൽ നമുക്ക് കിട്ടുന്നത് ഒരു PN ജംഗ്ഷൻ പോലെ തന്നെയാണ്. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയ കാരണം എനിക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. സോ കറണ്ടിനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫോർവേഡ് ബയാസിലെ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിലൂടെ ഒരു ലാർജ് കറണ്ട് സ്റ്റാർട്ട് ഫ്ലോ ആഫ്റ്റർ 0.7 വോൾട്ടേജ്. അപ്പോൾ എന്താണ് 0.7 വോൾട്ടേജ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ 100 നമ്പർ ഓഫ് ഇലക്ട്രോൺസും സ്റ്റാർട്ട് ടു ഫ്ലോ ടു ദി ബേസ് റീജിയൻ. ഈ ബേസ് റീജിയനിലേക്ക് വരും. ഇവിടെ കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ്. സോ റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെയൊരു സെല്ലാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ റിവേഴ്സ് ബയാസിലായ കാരണം ഈ ഇലക്ട്രോൺസ് എല്ലാം സ്റ്റാർട്ട് ടു മൂവ് ഇൻ ടു ദിസ് പൊസിഷൻ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ റീജിയൻ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ,
ആ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇവിടെ കളക്ടർ ബേസ്ഡ് റീജിയൻ ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഫോർവേഡ് ബയാസ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഈ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൽ വയ്ക്കുമ്പോൾ ഇതിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒൺലി ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. I0 എന്ന് പറയുന്ന റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ ഈ റീജിയനിലൂടെ. സോ ഈ കളക്ടർ ബേസ് റീജിയനിലൂടെ റിവേഴ്സ് ബയാസ് ആയ കാരണം ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഈ റീജിയനിൽ ഫോർവേഡ് ബയാസ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന കണ്ടീഷനിൽ കളക്ടർ ബേസ് റീജിയനിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ കിട്ടുള്ളൂ. സോ ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്മോൾ കറണ്ട് വിൽ ഫ്ലോ. ഇങ്ങനെ ഒരു സ്മോൾ കറണ്ട് ലൈക്ക് ഡയോഡ് റിവേഴ്സ് ബയാസിലാവുമ്പോഴുള്ള ഒരു സ്മോൾ കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡ്യൂ ടു ദ മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന ഒരു കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിലാണ് ഇനി ഞാൻ പറഞ്ഞു ഫോർവേഡ് എമിറ്റർ ബേസ് ജംഗ്ഷനിലും പറഞ്ഞു, കളക്ടർ ബേസ് ജംഗ്ഷനിൽ ഇൻഡിവിജ്വലായിട്ട് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇനിയിപ്പം ഞാൻ ഈ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസ് കൊടുക്കുകയാണ്. ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഇലക്ട്രോൺസ് ആർ ക്രോസ് ദ ജംഗ്ഷൻ ആഫ്റ്റർ 0.7 വോൾട്ടേജിന് ശേഷം സ്റ്റാർട്ട് ടു ഫ്ലോ എ ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ. അപ്പം ഇവിടെ പക്ഷേ 2 ഹോൾസ് ഉള്ളൂ, ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഇലക്ട്രോൺസ് എല്ലാം സ്റ്റാർട്ട് ടു ക്രോസ് ദി ഡിപ്ലീഷൻ റീജിയൻ. കാരണം ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഈ ഡിപ്ലീഷൻ റീജിയനിലേക്ക് എൻട്രി ചെയ്യും. കാരണം ഇവിടെ വളരെ സ്മോൾ റീജിയൻ ആയ കാരണം മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോൺസ് ക്രോസ് ടു ദി ഡിപ്ലീഷൻ റീജിയൻ ഓഫ് ദ ബേസ് റീജിയൻ. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ബേസ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോളാണ്, ഇവിടെ ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇങ്ങോട്ട് ഈ ഇലക്ട്രോൺ ആണ് ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ്. ആ ഇലക്ട്രോൺ ആണ് ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പം ആകെ 2 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഹോളും ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യാനുള്ളൂ. അപ്പോൾ വളരെ സ്മോൾ കറണ്ട് മാത്രമേ ഈ 2 ഇലക്ട്രോണിന് റീകമ്പൈൻ ചെയ്യാനുള്ള ഇലക്ട്രോൺ മാത്രമേ ഇവിടെ ബാക്കി 98 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ആ 98 ഇലക്ട്രോൺസും എന്ത് ചെയ്യും? ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ ഉള്ളിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട് കുറഞ്ഞു. അപ്പം ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് കളക്ടർ റീജിയനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ബേസിക്കലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ നിന്നൊരു 100 ഇലക്ട്രോൺസ് പോയിട്ടുണ്ടെങ്കിൽ ഓൺലി 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അതായത് റീകമ്പിനേഷൻ നടന്ന് 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും. ബാക്കി 98 ഇലക്ട്രോൺസും കളക്ടർ റീജിയനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഈ ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാരണം എമിറ്റർ റീജിയനാണ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 100 ഇലക്ട്രോൺസ് പോയാൽ ഓൺലി 2 ഇലക്ട്രോൺസ് മാത്രം റീകമ്പൈൻ ചെയ്യുള്ളൂ. ഇവിടെ ലൈറ്റ്ലി ഡോപ്ഡ് റീജിയൻ ആയ കാരണം 2 ഹോൾസ് ഇവിടെ ഉള്ളൂ. ബാക്കി 98 ഇലക്ട്രോൺസും ഈ റീജിയനിൽ വന്നിരിക്കുകയാണ് ഡ്യൂ ടു ദിസ് സപ്ലൈ. അപ്പോൾ ആ സപ്ലൈ ഇതിനകത്തിട്ട് കടത്ത കാരണം ഈ പോസിറ്റീവ് മൂലം, സെല്ലിൻ്റെ പോസിറ്റീവ് മൂലം ഈ ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അത് കാരണം ഒരു 98 ഇലക്ട്രോൺസും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. പക്ഷേ ഈ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇത് റിവേഴ്സ് കറണ്ടാണ്. ഓക്കെ, ഡ്യൂ ടു ദിസ് ഫോർവേഡ് ബയാസ്. ഇപ്പം ഞാൻ ഈ ഫോർവേഡ് ബയാസ് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഇപ്പം ന്യൂ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതായി I0' ആയി. അപ്പോൾ ഡ്യൂ ടു ഫോർവേഡ് ബയാസിങ് EB ജംഗ്ഷനിൽ ഞാനൊരു പർട്ടിക്കുലർ വോൾട്ടേജ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വെച്ച മൂലം ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 100 ഇലക്ട്രോൺസ് എമിറ്റർ റീജിയൻ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺസ്. അപ്പം ഈ ബേസ് കറണ്ട് എന്ന് പറയുന്നത് വളരെ സ്മോൾ കറണ്ട് ആയിരിക്കും. ബാക്കിയുള്ള കറണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് പോകും. അപ്പം എമിറ്ററിൻ്റെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായ കാരണം ഇതിനകത്തുള്ള കറണ്ട് എന്ന് പറയുന്നത്, ഓക്കെ, സോ ദ കറണ്ട് വിൽ ബി, സോ എമിറ്റർ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്ത കാരണം സോ I കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാരണം IB കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കാരണം IC കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് ഫോർ ആൻ NPN ട്രാൻസിസ്റ്റർ.
സോ ദിസ് ഈസ് ദ നെറ്റ് കറണ്ട് ഫ്ലോ ത്രൂ ദി ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിലൂടെയുള്ള നെറ്റ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ഈസ് ഐ എന്ന് പറയുന്നത് ഐ ബി പ്ലസ് ഐ സി ആണ്. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഇക്വേഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ഇസ് എ സം ഓഫ് ഐ ബി ആൻഡ് ഐ സി. ആൻഡ് വി ക്യാൻ സം നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഐ ബി കറണ്ട് വളരെ സ്മോളാണ്. ഞാൻ പറഞ്ഞു വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആയ കാരണം ഐ ബി കറണ്ട് വളരെ സ്മോളാണ്. മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം വി ക്യാൻ അസ്യൂം ദാറ്റ് ഐ ഇ ഈസ് അപ്രോക്സിമേറ്റ്ലി ഐ സി. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പം നമുക്ക് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസിൽ ഇത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. എമിറ്റർ കറണ്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി പ്രൊവൈഡഡ്. ചില ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ കറണ്ട് ഐ സി ആയിട്ട് ഇത് ചെയ്യാം. ഇനി ഏത് ട്രാൻസിസ്റ്റർ ആണെങ്കിലും ഈ ഇക്വേഷൻ വാലിഡ് ആണ്. ഐ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സം ഓഫ് ഐ ബി ആൻഡ് ഐ സി കറണ്ട് ആയിരിക്കും. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാർട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ നമ്മൾ അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പം കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആയ കാരണം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രൊവൈഡഡ് നമ്മൾ ഐ ബി കറണ്ട് ഈ കറണ്ട് വേരി ഇതിലൂടെയുള്ള സപ്ലൈ വേരി ചെയ്ത് കറണ്ട് വേരി ചെയ്യാത്തോടത്തോളം കാലം ഈ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൽ കൂടെയുള്ള കറണ്ട് വേരി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, കൂടുതൽ കാരിയേഴ്സ് ഇതിൻ്റെ ജംഗ്ഷനിലേക്ക് എത്തിയെന്നാണ് ഇതിലൂടെ കറണ്ട്. സോ ദ ട്രാൻസിസ്റ്റേഴ്സ് ക്യാൻ ബി സെഡ് ആസ് കറണ്ട് കൺട്രോൾഡ് ഡിവൈസ്. It's not voltage controlled device, it's a current controlled device ആണ്. കാരണം എന്താ കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയാൻ കാരണം വോൾട്ടേജ് വേരി ചെയ്തു എന്ന് കരുതി ഇതിലൂടെയുള്ള കറണ്ട് വേരി ചെയ്യുന്നില്ല. ആഫ്റ്റർ ദ കട്ട് ഇൻ വോൾട്ടേജിന് ശേഷം മാത്രമാണ് ഈ ജംഗ്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് കൂടുതൽ നമ്പർ ഓഫ് കാരിയേഴ്സ് ഈ ജംഗ്ഷനിലേക്ക് ബേസ് റീജിയനിലേക്ക് വരുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ ഈ വോൾട്ടേജ് അപ്പോൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് വേരി ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് കറണ്ട് വിൽ ബി ഫ്ലോ ത്രൂ ദിസ് ജംഗ്ഷൻ. കാരണം അപ്പം മാത്രമാണ് കൂടുതൽ നമ്പർ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യുള്ളൂ. ഈ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിനെ കൂടുതൽ സപ്ലൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇനി ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് പറയുകയാണ്. നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ 3 ടൈപ്പ് കോൺഫിഗറേഷൻ നടത്താം. ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഞാനിത് പറയുന്നത് നിങ്ങൾക്കറിയാം, പ്രോബ്ലം ചെയ്യുമ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ വി ക്യാൻ ഹാവ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. ബേസ് കോമൺ ആയിരിക്കും, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ബേസ് കോമൺ ആയിരിക്കും. അപ്പോൾ ബേസ് റീജിയൻ ജനറലി ഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ കോമൺ ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതിനാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. That is emitter is common to input and output, and we have common collector configuration. Collector is common to input. Generally ഈ 2 കോൺഫിഗറേഷൻ ആണ് നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുള്ളൂ. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. നമ്മൾ പറഞ്ഞു വരുമ്പോൾ പറയും എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തതെന്ന്. ഓക്കെ, ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഐ ഓൾറെഡി മെൻഷൻ ദാറ്റ് ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ബേസ് ആയിരിക്കും കോമൺ എന്ന് പറയുന്നത്. ഈ കോൺഫിഗറേഷനിലെല്ലാം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസുമാണ് ഞാൻ ആക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഓക്കെ, ഇതിനകത്ത് കുറേ റെസിസ്റ്റേഴ്സ് ഒക്കെ വേണം. റെസിസ്റ്റേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ദിസ് ഈസ് ദ എമിറ്റർ റീജിയൻ, ദിസ് ഈസ് ദ കളക്ടർ റീജിയൻ.
and this is the base region. Okay. Emitter base junction is in forward bias. So this is the NPN transistor. So forward bias are negative or positive. Okay. ഇവിടെ NP ആയ കാരണം ഇവിടെ positive, negative. So this junction is reverse bias. So output is taken from this. Input is given to this point. Input എന്ന് പറയുന്ന ഈ പോയിന്റിലാണ്. So this consider this supply voltage is VEE and this supply voltage is VCC. ഇങ്ങനെ രണ്ട് സപ്ലൈ വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ്. ഇത് ഫോർവേഡ് ബയാസ് ആക്കുക, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കാനുള്ള സപ്ലൈ വോൾട്ടേജ് ആണ്. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കാനുള്ള സപ്ലൈ വോൾട്ടേജ് ആണ്. ഓക്കെ. സോ ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എമിറ്റർ ബേസ് ജംഗ്ഷനാണ്. ആ വോൾട്ടേജിനെ ഇൻപുട്ട് വോൾട്ടേജിനെ ഞാൻ എടുക്കാൻ പോകുന്നത് VEB, എമിറ്റർ ടു ബേസിൽ വരുന്ന എഫക്റ്റീവ് വോൾട്ടേജ് ആണ്. ഡ്യൂ ടു ദിസ് വോൾട്ടേജും ഇൻപുട്ടിൽ കൊടുക്കുന്ന ആ സപ്ലൈ എന്താണോ ഇൻപുട്ടിൽ സിഗ്നൽ കൊടുക്കുന്നത് അതിനെയാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടേണ്ടത്. ആ സിഗ്നലിനെയാണ് നമ്മൾ എഫക്റ്റീവ്, ഇതിൻ്റെ രണ്ടിൻ്റെ വിയുടെ ഇൻപുട്ടിൻ്റെ എഫക്റ്റീവ് വോൾട്ടേജ് ആണ് എമിറ്റർ ബേസിൽ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് I ആണ്, എമിറ്റർ കറണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VCB ആണ്, കളക്ടർ ബേസിനെ ക്രോസ് ആയിട്ട് കിട്ടുന്ന. അതുപോലെ തന്നെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC ആണ്. ഓക്കെ. വി ഓൾസോ നോ ദാറ്റ്, നമുക്കറിയാം ഇതിൻ്റെ കേസിനകത്ത് ഫോർ എനി ട്രാൻസിസ്റ്ററിൽ എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ IC പ്ലസ് IB ഈസ് ഈക്വൽ ടു IE ആണ്. ദിസ് ഈസ് ഫോർ എനി ട്രാൻസിസ്റ്റർ ആണ്. ഏത് ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആണ്. എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ സം ഓഫ് IC ആൻഡ് IE ആണ്. ഓക്കെ. സിൻസ് IB ഈസ് വെരി സ്മോൾ, നമുക്കറിയാം IB വെരി സ്മോൾ ആയ കാരണം IC ഈസ് അപ്രോക്സിമേറ്റ്ലി IE ആണെന്നറിയാം. ആൻഡ് ഓൾസോ so here the output current is IC, input current is IE, and the current amplification ഇവിടെ അപ്പോൾ കറണ്ടിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്, ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഇവിടെ ഞാൻ കോമൺ ബേസ് കോൺഫിഗറേഷനിലെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെ ആൽഫ എന്നാണ് എടുക്കുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു IC by IE. ഓക്കെ. സോ IC by IE എന്ന് പറയുന്നത് ദാറ്റ് ഈസ് IC ഡിവൈഡഡ് ബൈ IE ഈസ് IC പ്ലസ് IB. ഹിയർ ഇറ്റ് ഈസ് IB ഈസ് നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് IB ഈസ് സിൻസ് IB ഈസ് വെരി സ്മോൾ, even IB is very small, alpha is approximately 1 ആയിരിക്കും. ആൽഫയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1 ആയിരിക്കും. ഇറ്റ്സ് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും, ബിക്കോസ് IB പ്രാക്ടിക്കൽ കേസിൽ IB ഉണ്ടാവും. അപ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കും, പക്ഷേ അപ്രോക്സിമേറ്റ്ലി ആൽഫയുടെ വാല്യൂ ഇവിടെ. അപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ആയിരിക്കും. അപ്പോൾ കറണ്ടിന് ഇവിടെ പ്രത്യേകിച്ച് ആംപ്ലിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. ഓൺലി ആംപ്ലിഫിക്കേഷൻ വിൽ ഗെറ്റ് ഇൻ ടു ദി വോൾട്ടേജിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു കറണ്ടിൻ്റെ വേരിയേഷൻ വരെ വോൾട്ടേജിനകത്ത് വളരെ വലിയൊരു ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഉണ്ടാക്കും. ഓക്കെ. അപ്പം ഇതിനകത്ത് കോമൺ ബേസ് കോൺഫിഗറേഷൻ ഒരു കറണ്ട് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യില്ല, ഇപ്പോൾ ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഇവിടെ നമുക്കറിയാം ഇവിടെ ഇൻപുട്ട് കറണ്ട് IE ആണ്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC ആണ്, നമുക്കറിയാം IC എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഇത് റിവേഴ്സ് ബയാസിലായ കാരണം ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ഫോർവേഡ് ബയാസ് ആണ്, റെസിസ്റ്റൻസ് വളരെ കുറവാണ്. സോ I ഇൻറ്റു R എന്ന് പറയുന്ന ആ വോൾട്ടേജ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ, ഇപ്പം നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ IE ഇൻറ്റു R, IE ഇൻറ്റു
സ്മോൾ ആർ ആണ് എഫക്റ്റീവ് വോൾട്ടേജ് വരുന്നത്. ഇവിടെ ഐ സി ഇൻറ്റു ബിഗ് ആർ ആണ്. ബിക്കോസ് ഓഫ് ദി റിവേഴ്സ് ബയാസ്, ദിസ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് വളരെ കുറവാണ്, റിവേഴ്സ് ബയാസിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് വളരെ വലുതാണ്. സോ we will get the voltage amplification but the current amplification will be very less. നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. ഒന്നിൽ കോമൺ ബേസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈംസ് 80% പ്രോബ്ലംസും കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് ചോദിക്കുക. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കറണ്ടിന് ആംപ്ലിഫിക്കേഷൻ കിട്ടും, വോൾട്ടേജിന് ആംപ്ലിഫിക്കേഷൻ കിട്ടും. ഓക്കെ, സോ ദിസ് വാല്യൂ നിങ്ങൾ ഈ ആൽഫയുടെ വാല്യൂ അതുപോലത്തെ കാര്യങ്ങൾ ഓർത്ത് വെച്ചോളണം. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ IC/I ആണ് ഇവിടെ വരുന്നത്. കാരണം ഇൻപുട്ട് കറണ്ട് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ദെൻ വി ഹാവ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. In common emitter configuration, as I already mentioned that emitter is both common to input and output. Outputting inputനും emitter ആണ് common ആയിട്ട് വരും. So the configuration will be like this. Here emitter is common. Here is base, is emitter, and is collector. So this is P region, this is N region, this is again P region. So ഈ റീജിയൻ ആയ കാരണം നമ്മൾ ഇങ്ങനെയായിരിക്കും സപ്ലൈ കൊടുക്കുന്നത്. കാരണം എമിറ്റർ ബേസ് ടെൻഷൻ ഫോർവേഡ് ബയാസ് ആക്കുവാണ് വേണ്ടത്. ദിസ് ഇസ് N region. എമിറ്റർ ബേസ് ടെൻഷൻ ഫോർവേഡ് ബയാസ് ആക്കുന്ന ബേസിൽ പോസിറ്റീവും എമിറ്ററിൽ നെഗറ്റീവും കൊടുക്കണം. സോ ഫോർവേഡ് ബയാസ് ആക്കി. ആൻഡ് ദിസ് കളക്ടർ ബേസ് ടെൻഷൻ റിവേഴ്സ് ബയാസ് ആക്കണം. അപ്പോൾ കളക്ടർ N റീജിയനിൽ ഒരു വെരി ഹൈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് റിവേഴ്സ് ബയാസ് ഇൻ ദി കളക്ടർ ബേസ് ടെൻഷൻ. Okay, so this voltage is considered this voltage VCC and this voltage is VBB, and emitter is common to both input and output. Here we are applying input here. We are taken output across this collector and emitter. Output എന്ന് പറയുന്നത് ഓക്കെ. സോ ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ വരയ്ക്കാം. ദാറ്റ് നമുക്കൊരു സപ്ലൈ മാത്രം കൊടുത്തിട്ട് ദിസ് ഇസ് VCC, ദിസ് ഇസ് RC. കൺസിഡർ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ RC ആണ്. ആൻഡ് ദിസ് ഇസ് RB. ജനറലി നമ്മൾ പൊട്ടൻഷ്യലുകളൊക്കെ റെസിസ്റ്ററുകളൊക്കെ കൊടുക്കാറുണ്ട്. ആൻഡ് ദിസ് ഇസ് VB. വേറെ രീതി കൊടുത്തിരിക്കുന്നതാണ്. Output is taken across collector and emitter. This is V out. And this is V. V is supplied here. It's almost similar to this circuit. This circuit is similar. This is RC. This is RB. Okay. വേറെ രീതിയിൽ വരച്ചെന്നേ ഉള്ളൂ. Okay. So ഇതിനകത്തെ കറണ്ട് എന്ന് പറയുന്നത് this current is IB and this current is IC. Okay, so IB and IC നമ്മളിവിടെ IB IC വരച്ചു. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IB ആണ്. ഇൻപുട്ട് കറണ്ട് ഈസ് IB and output current is IC. So the current amplification in common emitter is denoted as beta value. Alpha value ആയിട്ടാണ് കോമൺ ബേസിൽ എഴുതെടുത്തത്. ഇത് ബീറ്റ ആയിട്ടാണ് എടുക്കുന്നത്. സോ IC by IB. IB negligibly small ആയ കാരണം, if IB is negligibly small, beta value is very higher. Beta value is very higher since IB is very small compared to IC.
ഐ സി ആയ കാരണം ബീറ്റയുടെ വാല്യൂ വളരെ വലുതാണ്. അപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഇവിടെ വളരെ കൂടുതലാണ്. സോ വോൾട്ടേജ് ഗെയിനും വളരെ കൂടുതലായിരിക്കും. അപ്പം ബോത്ത് വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കിട്ടുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. കോമൺ ബേസ് കോൺഫിഗറേഷനിൽ കറണ്ട് ഗെയിൻ കിട്ടില്ല, പക്ഷേ വോൾട്ടേജ് ഗെയിൻ എന്നാലും ഉണ്ടാവും. ഓക്കെ, മിക്കപ്പോഴും നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് മിക്കപ്പോഴും പ്രോബ്ലം ചോദിക്കുന്ന ആൽഫയുടെയും ബീറ്റയുടെയും റിലേഷൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും നമുക്ക് പ്രോബ്ലംസ് വരിക. ഓക്കെ, നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ ആൽഫയുടെയും ബീറ്റയും വാല്യൂസ് എടുത്തത് മനസ്സിലായോ? ആൽഫയുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടുന്നത് IC/I ആയ കാരണം ആൽഫയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1 ആയിരിക്കും. ഇറ്റ്സ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇൻ പ്രാക്ടിക്കലി ആൽഫയുടെ വാല്യൂ ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇറ്റ്സ് ഓൾമോസ്റ്റ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0.9 to 0.98 അങ്ങനെയൊക്കെയുള്ള ഒരു വാല്യൂസ് ആയിരിക്കും. ഇറ്റ്സ് വെരി ക്ലോസ് ടു 1 ആയിരിക്കും. ഓക്കെ, in ബീറ്റയുടെ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഇൻ പ്രോബ്ലത്തിലൊക്കെ കാണുമ്പോൾ അറിയാം ഇൻ 50 to 500 അങ്ങനെ ഒരു റേഞ്ചിലായിരിക്കും. കാരണം 50 ടൈംസ് അല്ലെങ്കിൽ 500 ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും IC എന്ന് പറയുന്നത്. സാധാരണ IB എന്ന് പറയുന്നത് മൈക്രോ ആംബിയറിലായിരിക്കും പറയുക. IB ഇൻ മൈക്രോ ആംബിയറിലായിരിക്കും പറയുക. ഇൻ IC മില്ലി ആംബിയറിലായിരിക്കും പറയുക. അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ എത്ര ലെവല് നമുക്ക് ഹയർ ആയിട്ട് കിട്ടുമെന്ന് ഉള്ളത്. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ദിസ് ആൽഫ ആൻഡ് ബീറ്റ. Alpha and beta. Okay, this is also very important. And we know that the general transistor equation IC is equal to IE plus IB. Equation 1. And equation 1 is divided by IC. So we will get IC divided by IC is equal to IE divided by IC plus IB divided by IC. So we know that IC/IC is equal to 1. Sorry. Very good. IE is equal to IC plus IB. Question mark. Very good. Thank you. IE is equal to IC plus IB. This is IE. We know that what is IC/IE? IC/IE is alpha. കാരണം IC/IE ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. IC/IE എന്ന് പറയുന്നത് ആൽഫയാണ്. ആൻഡ് ഓൾസോ what is IC/IB? IC/IB എന്ന് പറയുന്നത് ബീറ്റയാണ്. Is beta. So this is alpha, this is 1 plus 1 by beta. This is not 1 by alpha. Sorry. 1 by alpha. Okay, so that is 1 by alpha is equal to beta plus 1 by beta. So alpha is equal to beta divided by beta plus 1. Okay, this is very important equation. And ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആൽഫയുടെ വാല്യൂ എപ്പോഴും 1ൽ താഴെയാണെന്ന് അറിയാം. ഇവിടെ എപ്പോഴും 1ൽ ജസ്റ്റ് താഴെയായിരിക്കും ആൽഫയുടെ വാല്യൂ. കാരണം ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1 ആണ് നമുക്ക് വരിക. സോ ആൽഫയുടെ വാല്യൂ ഈസ് ഓൾവേസ് lesser than 1. It's very close to 1. It's always lesser than 1. It's close to alpha value. Okay. So similarly നമുക്ക് ബീറ്റയുടെ വാല്യൂ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. So beta
is equal to alpha divided by 1 minus alpha. Okay, these two equations are very important. ഇത് നിങ്ങൾക്ക് മാറിപ്പോവാൻ എപ്പോഴും എല്ലാവർക്കും തന്നെ ഇത് മാറിപ്പോകാറുണ്ട് ആൽഫയുടെ ബീറ്റയുടെ വാല്യൂ. അപ്പോൾ നിങ്ങൾ മാറിപ്പോകുമ്പോൾ ഒരിക്കലും അത് മാറിപ്പോകാതിരിക്കാനായിട്ടുള്ള ഒരു ഇതാണ് ആൽഫയുടെ വാല്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ആൽഫയുടെ വാല്യൂ ഓൾവേസ് ലെസ് ദാൻ 1 ആയ കാരണം ഇറ്റ്സ് നിയർലി അബൌട്ട് 0.99 ഓർ 0.98. കൺസിഡർ ഈ ആൽഫയുടെ വാല്യൂ 0.98 ആണെന്ന് വിചാരിക്കുക. Okay, so what will be the beta value if beta is equal to 0.98 divided by 1 minus 0.98, that is 1 by 1 minus this is 0.02. Now 0.98 divided by 0.02 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 450 ആ റേഞ്ചിലൊക്കെ കിട്ടും. 450 ബീറ്റ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ആൽഫ ബീറ്റയുടെ വാല്യൂ നിങ്ങൾ അതിനകത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് DC ലോഡ് ലൈൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. അതെപ്പോഴും അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, DC ലോഡ് ലൈൻ വെച്ചിട്ട്. ഓക്കെ, DC ലോഡ് ലൈൻ അനാലിസിസ്. അത്രയില്ല, ഇതൊക്കെ തിയറി പാർട്ടാണ്. ഞാൻ ഈ തിയറി പാർട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് അതിനകത്തൊക്കെ ഡൗട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ DC ലോഡ് ലൈൻ സിമ്പിൾ ആയിട്ടൊരു ബയാസ് നോക്കുകയാണ്. ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ബയാസ്, ഒരു C കോൺഫിഗറേഷൻ. അപ്പോൾ ആ C കോൺഫിഗറേഷനിൽ I am applying a VCC through RC. This emitter is grounded and we can have an RP here. This is NPN, so a positive voltage is applied here. Okay, so VB is applying here. So this is positive and this is also positive. So this junction is forward bias and this junction is reverse bias because this is positive, this is N region. So the output is taken from here, that is VC is my output from this transistor, and here the input is applied to this base region. ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ബേസ് റീജിയനിലാണ്. അപ്പം ഇതിനകത്ത് ഇതിനകത്തും ഞാൻ KVL അപ്ലൈ ചെയ്യുകയാണ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ. ഞാൻ ഈ ബ്രാഞ്ചിൽ ഈ ലൂപ്പിൽ അപ്ലൈ ചെയ്യുകയാണ് ലൂപ്പ് 1. ഇതൊരു ലൂപ്പായിട്ട് എടുത്തേക്കുവാണ്, ഈ സംഭവം ഒരു ലൂപ്പായിട്ട് എടുത്തേക്കുവാണ്. സോ ഇഫ് വി അപ്ലൈ KVL അറ്റ് ലൂപ്പ് 1, ലൂപ്പ് 1ൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VCC എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് ഇവിടെ VCC ആണ്. VCC ഈസ് ഈക്വൽ ടു, കൺസിഡർ ദിസ് കറണ്ട് ഈസ് ICRC. ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, പ്ലസ് ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, പ്ലസ് VC ആണ് വരും. ഓക്കെ, ഇതാണ് ആ ഇക്വേഷൻ വരും. ഓക്കെ, സോ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇതിനകത്ത് പറഞ്ഞായിരുന്നു നമ്മളൊരു ലോഡ് ലൈൻ വരയ്ക്കുമ്പം എങ്ങനെയാണ് ലോഡ് ലൈൻ വരയ്ക്കുക എന്ന് പറയുന്നത്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയ അത് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഡയോഡിൻ്റെ അതേ റീജിയനിലാണ് വരിക. ഇനി കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലായ കാരണം ഇനീഷ്യലി നമ്മൾ IB 0 ആകുമ്പോൾ അത് ഫോർവേഡ് ബയാസ് ഒന്നും ആയില്ല, അതിനകത്തൂടെ കറണ്ടൊന്നും പോയില്ല എന്ന കണ്ടീഷനിൽ അതൊരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ അതിലൂടെ പോകുന്നുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ദറ്റ് ഈസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇസ് ഫ്ലോയിങ്. സോ ദിസ് ഈസ് ദ IC കറണ്ട് ആൻഡ് ദിസ് ഈസ് ദ VC. VC എന്ന് പറയുന്ന ഞാൻ അപ്ലൈ ചെയ്യുന്ന ഇവിടെ കിട്ടുന്ന വോൾട്ടേജാണ് VC. സോ ഇതെന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് കറണ്ടാണ്. ഔട്ട്പുട്ട് കറണ്ട് VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ വരയ്ക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി
ഇതിലൂടെ ബയാസിംഗ് ഒന്നും കൊടുക്കാത്തപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയാണ്. ആ റിവേഴ്സ് ബയാസ് ആയ കാരണം അതിലൂടെ പോകുന്ന കറണ്ട് IC എന്ന് പറയുന്നത് വളരെ സ്മോൾ കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമാണ് പോകുള്ളൂ. ഇനി ഞാൻ ഒരു പർട്ടിക്കുലർ VB വെച്ചു, അപ്പോൾ ഒരു IB ഫ്ലോ ചെയ്തു. ആ IB ഫ്ലോ ചെയ്ത കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു കുറച്ച് മൈനോറിറ്റി ക്യാരിയേഴ്സ് ബേസ് റീജിയനിലേക്ക് വന്നു. സോ വി വിൽ ഹാവ് എ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ IB എന്ന് പറയുന്ന ഒരു 10 മൈക്രോ ആംപിയർ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിവേഴ്സ് സാച്ചുറേഷൻ ഇതെന്ന് പറയുന്നത് ഫോർ IB 10 മൈക്രോ ആംപിയറിലുള്ള, ഞാൻ കുറച്ച് വാല്യൂസ് ഇടുന്നേ ഉള്ളൂ, ഇത് 0 മൈക്രോ ആംപിയറിലാണ്. ഇനി ഞാൻ IB കുറച്ചുകൂടെ കൂട്ടി ഒരു 20 മൈക്രോ ആംപിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന VA ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത്. B is 20 മൈക്രോ ആംപിയർ. ഇനി IB 30 മൈക്രോ ആംപിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു VA ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ IB കൂട്ടി കുറച്ച് കഴിയുമ്പോൾ IB ഒരു കുറേ കറണ്ട് ആയി കഴിയുമ്പോൾ ഒരു സാച്ചുറേഷൻ റീജിയനിലേക്ക് എത്തും. അതിൽ കൂടുതൽ കറണ്ട് അതിലൂടെ ICക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ IC വേഴ്സസ് VCE ആണ് ഞാൻ വരച്ചത്. അപ്പോൾ VCE നമ്മൾ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, ഇത് ഔട്ട്പുട്ട് കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ VCE കൂട്ടുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ VCC കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VCE കൂടത്തില്ല. കാരണം എന്താണ്? നമ്മുടെ VCE എന്ന് പറയുന്നത് സത്യത്തിൽ ഈ VCE എന്ന് പറയുന്നത് IBനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, IB കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ വരും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ IB വേരി ചെയ്യുന്നത്. ഓക്കെ, സോ അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൻ്റെ DC ലോഡ് ലൈൻ അനാലിസിസ് എങ്ങനെയാണ്? അപ്പോൾ DC ലോഡ് ലൈൻ അനാലിസിസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇക്വേഷൻ, ആ ലൂപ്പിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. VCC = ICRC പ്ലസ് VCE എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. കൺസിഡർ, നമുക്ക് 2 പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൺസിഡർ VCE = 0 എന്ന് പറഞ്ഞ് ഒരു പോയിന്റ് എടുക്കുകയാണ്. ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. സോ യു വിൽ ഗെറ്റ് ആൻ IC വാല്യൂ. IC = VCC ഡിവൈഡഡ് ബൈ RC എന്ന് കിട്ടും. ഈ VCE 0 ആണെങ്കിൽ IC = VCC ഡിവൈഡഡ് ബൈ RC എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. സോ ആ ഒരു പോയിന്റ് നമ്മൾ രേഖപ്പെടുത്തുകയാണ്. സോ ഈ ഒരു പോയിന്റ് ദാറ്റ് ഈസ് 0 VCC ബൈ RC എന്ന് പറഞ്ഞ പോയിന്റാണ് ഈ പോയിന്റ് എന്ന് വിചാരിക്കുക. 0 VCC ദാറ്റ് ഈസ് X ആൻഡ് Y ആക്സിസിലെ വോൾട്ടേജ് ആണ്. VCE 0 ആണ്. VCE 0 ആയ കാരണം IC എന്ന് പറയുന്നത് VCC ബൈ RC. ദിസ് പോയിന്റ് ആയിട്ട് എടുക്കണം. ആൻഡ് ഓൾസോ വി ഹാവ് if IC is 0, if IC is 0 we have VCE എന്ന് പറയുന്നത് VCC തന്നെ കിട്ടും. Okay. So consider this point, that is VCC 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. VCC 0 എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് VCC ആയി കഴിഞ്ഞാൽ IC എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി. ഈ ഇക്വേഷനിൽ നിന്ന് 2 പോയിന്റ് കിട്ടി, 2 അസംഷനിൽ നിന്ന് 2 പോയിന്റ് കിട്ടി. ആ 2 പോയിന്റുകൾ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ലൈൻ this line is known as DC load. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംപ്ലിഫിക്കേഷനിൽ ഈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി തന്നെ ബയാസ് ചെയ്ത് ഞാനൊരു IB വാല്യൂ വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു IB വാല്യൂ, ഈ ബയാസിങ് മൂലം ഒരു IB വാല്യൂ വെച്ചിട്ടുണ്ടാവും. VB എന്ന് പറയുന്ന ബയാസിങ് മൂലം ഒരു IB വാല്യൂ വെച്ചിട്ടുണ്ടാവും. അത് ഓൾമോസ്റ്റ് സെൻറ്ററിലായിരിക്കും ഞാൻ വെക്കുക. എന്തിനാ അത് സെൻറ്ററിൽ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺസിഡർ ഇപ്പോൾ IB വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. IB വാല്യൂ, അതായത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കാത്തപ്പോൾ തന്നെ ഇത് സപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന വോൾട്ടേജാണ് ഈ VB എന്ന് പറയുന്നത്. ഇതൊക്കെ DC വെച്ചിട്ട് ഇത് ചെയ്യുന്നതാണ്. എന്നിട്ടാണ് ഞാനിവിടെ ഇൻപുട്ട് വോൾട്ടേജ് Vin അപ്ലൈ ചെയ്യുക. ഓക്കെ,
അപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വി സിയിലെ വേരിയേഷൻ കിട്ടുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഐ ബി, ഇപ്പോൾ വി എന്ന് പറയുന്നത് ഒരു മില്ലി വോൾട്ടേജ് റേഞ്ചിലുള്ള സിഗ്നലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു മൈക്രോ ആംപിയർ വേരിയേഷനിലുള്ള കറണ്ട് കിട്ടും. ഇതിലൂടെ ഒരു മൈക്രോ ആംപിയർ വേരിയേഷനിലുള്ള കറണ്ടോടെ കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പം പോസിറ്റീവ് സൈക്കിളാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ക്യൂ പോയിൻ്റ് ഇവിടെ ഇനീഷ്യലി ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കാത്തപ്പോൾ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സൈനസോയിഡൽ സിഗ്നൽ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്, ബയാസിങ് അല്ല, ഇൻപുട്ട് ബയാസിങ് ഞാൻ ഓൾറെഡി ചെയ്യണം. ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇനീഷ്യലി ഞാൻ ഇവിടെ 0 വോൾട്ടേജ് കൊടുക്കുമ്പോൾ എൻ്റെ ഐ വി എന്ന് പറയുന്നത് 20 മൈക്രോ ആംപിയർ ആണ്. ഡ്യൂ ടു ദിസ് ഡി സി ബയാസിങ് 20 മൈക്രോ ആംപിയർ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ സിഗ്നൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ സിഗ്നൽ കൊടുക്കുമ്പോൾ വി എന്ന് പറയുന്നത് ഒരു മില്ലി വോൾട്ടേജ് റേഞ്ചിലുള്ള ഒരു സിഗ്നൽ കൊടുക്കുമ്പം എനിക്ക് ഐ ബിക്ക് ഒരു മൈക്രോ ആംപിയർ വേരിയേഷനുള്ള കറണ്ട് ആയിരിക്കും കിട്ടുക. ഇങ്ങനെ ഒരു മൈക്രോ ആംപിയർ വേരിയേഷനിലുള്ള കറണ്ട് ആയിരിക്കും കിട്ടുക എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കൊരു പ്ലസ് ഓർ മൈനസ് 10 മൈക്രോ ആംപിയറിലുള്ള കറണ്ടാണ് കിട്ടുക എന്ന് വിചാരിക്കുക. അതായത് പ്ലസ് ഓർ മൈനസ് 10 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 മൈക്രോ ആംപിയർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് മാക്സിമം അതിൻ്റെ പീക്ക് എത്തിക്കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് 30 മൈക്രോ ആംപിയർ ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് പീക്കിലെത്തി കഴിയുമ്പോൾ എനിക്ക് മൈനസ് 10 മൈക്രോ ആംപിയർ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ റേഞ്ചിലായിരിക്കും അതിൻ്റെ ഐ ബി കറണ്ട് വേരി ചെയ്യുക. ഇവിടെ നമുക്കറിയാം ഐ സി കറണ്ട് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് ഇൻ മില്ലി ആംപിയർ ഫോമിലായിരിക്കും. ഓക്കെ, സോ ഐ സിക്ക് ഇവിടെ വേരിയേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത്രയും വേരിയേഷനാണ്. ഇനീഷ്യലി ഐ സി എന്ന് പറയുന്നത് കൺസിഡർ ഐ സി എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ ആണെന്ന് വിചാരിക്കുക. ഐ സി എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 5 മില്ലി ആംപിയർ ആണെന്ന് വിചാരിക്കുക. 5 മില്ലി ആംപിയർ ആൻഡ് ഇത് വേരിയേഷൻ വരുന്നത് മാക്സിമം പീക്ക് വരുന്ന ഐ സി ഈസ് ഈക്വൽ ടു 7 മില്ലി ആംപിയർ ആൻഡ് ഇവിടെ വരുന്നത് അപ്പോൾ ഐ സി എന്ന് പറയുന്നത് 3 മില്ലി ആംപിയർ. ആ വേരിയേഷനാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഐ ബിക്ക് ഒരു മൈക്രോ ആംപിയർ വേരിയേഷൻ, ഇൻപുട്ട് കറണ്ടിന് ഒരു മൈക്രോ ആംപിയർ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ട് കറണ്ടിന് ഒരു മില്ലി ആംപിയർ വേരിയേഷനിലുള്ള കറണ്ടാണ് നമുക്ക് കിട്ടുക ഇതിനകത്തു നിന്ന് നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമ്മൾ ഈ ക്യൂ പോയിന്റ് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പോസിറ്റീവിലും നെഗറ്റീവിലും ആംപ്ലിഫിക്കേഷനായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇപ്പം ഞാൻ ഇനീഷ്യലി തന്നെ എൻ്റെ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യുക ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക, പോസിറ്റീവ് സൈക്കിളിൽ ഇത് സാച്ചുറേഷൻ, ഇതാണ് ഇതിൻ്റെ മാക്സിമം ഐ സി സാച്ചുറേഷൻ എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ സാച്ചുറേഷൻ കറണ്ട്, ഐ സി സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ ഇവിടെയായിട്ടാണ് സാച്ചുറേഷൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക, പോസിറ്റീവ് സൈക്കിളിൽ സാച്ചുറേറ്റ് ആയി പോകും, നെഗറ്റീവ് സൈക്കിളിൽ മാത്രമാണ് ഔട്ട്പുട്ടിന് സിങ് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എക്സാക്ട്ലി ഒരു സെൻറ്റർ ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പോസിറ്റീവ് സൈക്കിളിലും നെഗറ്റീവ് സൈക്കിളിലും ഔട്ട്പുട്ടിന് മാക്സിമം സിങ് കിട്ടും. സിങ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇൻപുട്ടിൽ വേരിയേഷൻ അനുസരിച്ച് ഔട്ട്പുട്ടിൽ വേരി ചെയ്യും. ഇവിടെ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി സി ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി സി ഇ, കളക്ടർ ടു എമിറ്റർ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. വി സി എന്ന് പറയുന്നത് വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. കാരണം എന്താ, ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതി ഇക്വേഷൻ എഴുതി, വി സി സി ഈസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ആണ്. സോ വി സി എന്ന് പറയുന്നത് വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. ഓക്കെ, സോ നമ്മൾ വി സി സി ഐ സി ആർ സി ആയി. നമുക്കറിയാം ഐ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഐ ബി ഇൻക്രീസസ്, ബേസ് കറണ്ട് ഇൻപുട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഐ സി വിൽ ഇൻക്രീസ് വെരി ലാർജ്. ഐ സി ഇൻക്രീസ് വളരെ വലുതായിട്ട് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ബിക്കോസ് ബീറ്റ ടൈംസ് ഐ ബി ആണ് ഐ സി എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 100, അത്രയും വലിയൊരു വാല്യൂ ആണ്. അത്രയും ടൈംസ് ഇത് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും ടൈംസ് ഇത് വേരി ചെയ്യുന്ന കാരണം, ഐ സിയുടെ വാല്യൂ വേരി ചെയ്യുന്ന കാരണം, സോ ദ വി സി എന്ന് പറയുന്നത്, വി സി സി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വോൾട്ടേജ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 10 വോൾട്ടേജ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. വി സി സി ഈസ് എ ഫിക്സഡ് വൺ, ഈസ് എ ഫിക്സഡ് വോൾട്ടേജ്. ഓക്കെ, so RC is also fixed.
സോ ഇഫ് ഐ സി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വി സി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. കാരണം ഐ സിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി സി സി ഫിക്സഡ് ആണ്, ആർ സി ഫിക്സഡ് ആണ്. സോ ഇഫ് ഐ ബി ഇൻക്രീസസ്, ഐ സി വിൽ ഓൾസോ ഇൻക്രീസസ്, ദെൻ വി സി ഡിക്രീസസ്. സോ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? വി ഹാവ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്, ഞാൻ ഇനി വേവ് ഫോമിൻ്റെ ഇതിനകത്ത് വരയ്ക്കാം. ഇൻപുട്ട് എന്ന് പറയുന്നത് എൻ്റെ ഇങ്ങനെ ഒരു മില്ലി വോൾട്ടേജ് റേഞ്ചിലുള്ള ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ദിസ് ഈസ് മൈ ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് മില്ലി ആംപിയർ വേരിയേഷനിലുള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് ആണ് കിട്ടുന്നത്. സോ വാട്ട് ഈസ് മൈ ഐ ബി? ഐ ബി ഈസ് ഇൻ മൈക്രോ ആംപിയർ വേരിയേഷൻ. യു വിൽ ഗെറ്റ് എ മൈക്രോ ആംപിയർ വേരിയേഷൻ ഫോർ ഐ ബി. ഐ ബിക്ക് ഒരു മൈക്രോ ആംപിയർ വേരിയേഷൻ കിട്ടും. ഐ ബിക്ക് ഒരു മൈക്രോ ആംപിയർ വേരിയേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഐ സി ഒരു മില്ലി ആംപിയർ വേരിയേഷൻ, ഒരു ആംപ്ലിഫൈഡ് വേർഷനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ദിസ് ഈസ് മൈ ഐ സി എന്ന് പറയുന്നത്. ബിക്കോസ് ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി. ബീറ്റ ഐ ബി ആണ് കിട്ടുന്നത്. സോ എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഐ സി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട്, സോ ദിസ് ഈസ് മൈ ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി. സോ ഇൻപുട്ടിൽ ഞാൻ എന്താണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. സോ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, ഇൻ CE configuration, we have an 180 degree phase shift between input and output. ഇൻപുട്ട് ഔട്ട്പുട്ടും തമ്മിലൊരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അത് ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് അത് കാണാൻ പറ്റുന്നത്. ഡയഗ്രം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വി സി, കാരണം ഐ സി കൂടുമ്പോൾ വി സി കുറയും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ വിചാരിക്കരുത് സീറോയിലായിരിക്കും ബേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനീഷ്യലി ഒരു വോൾട്ടേജ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഇനീഷ്യലി ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, ഇനീഷ്യലി ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടാവും. കൺസിഡർ ഇനീഷ്യലി ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സം മില്ലി വോൾട്ടേജ് റേഞ്ചിൽ ഇത് കാണും. ഇവിടെ ഒന്നും സീറോ അല്ല ഇത് വരുന്നത്, നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് സീറോ എന്ന് എടുക്കുന്നതേ ഉള്ളൂ. ഇനീഷ്യലി സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇൻപുട്ട് വോൾട്ടേജ് സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബയാസിംഗ് ഒന്നും നടക്കൂല. ഓക്കെ, ഇത് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എൻ്റെ സിഗ്നൽ വോൾട്ടേജ് മാത്രമാണ്, ബയാസിംഗ് വോൾട്ടേജ് അല്ല പറയുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നത് ബയാസിംഗ് വോൾട്ടേജ് വെച്ചിട്ടുള്ളതാണ്. ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് വെച്ചിട്ടുള്ള സിഗ്നൽസ് ആണ് വരച്ചിരിക്കുന്നത്, ബയാസിംഗ് വോൾട്ടേജ് അല്ല. ബയാസിംഗ് വോൾട്ടേജോടെ വരച്ചു കഴിഞ്ഞാൽ ഒരു ഡി സി ക്ലാമ്പിംഗ് ഉണ്ടാവും. ഇതിനകത്ത് ഡി സി ഒരു വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടാവും, സീറോ വാല്യൂ ഇത് കിട്ടത്തില്ല. അപ്പം ഇനീഷ്യലി നമുക്കൊരു ഐ ബി ഉണ്ടാവും. അതായത് ആ കോൺഫിഗറേഷൻ്റെ വാല്യൂസ് ആയിട്ട് കോൺഫിഗറേഷൻ ഡി സി ബയാസിങ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഐ ബി ഉണ്ടാവും, ഒരു ഐ സി ഉണ്ടാവും, ഒരു വി സി ഉണ്ടാവും. അതുപോലത്തെ വോൾട്ടേജുകളെല്ലാം ഫിക്സഡ് ആയിട്ടുണ്ടാവും, ഒരു ഡി സി വോൾട്ടേജ് അതിനകത്തുണ്ടാവും. ആ സമയത്ത് ഞാനൊരു ഒരു വേരിയബിൾ ഇൻപുട്ട് വോൾട്ടേജ് ആ സിഗ്നലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന വേരിയേഷനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. സോ ഒരു മില്ലി വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മൈക്രോ ആംപിയർ വേരിയേഷനിലുള്ള ഐ ബി ഉണ്ടാവും. അത് ബീറ്റ ടൈംസ് ഒരു വേരിയേഷൻ ആക്കി ഐ സിയിൽ മാറ്റും. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വി സി ആണ് എടുക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കൺസിഡർ നമ്മുടെ ഒരു വോൾട്ടേജ് ഇനീഷ്യലി ഈ വി സി എന്ന് പറയുന്ന ഒരു 5 വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. വിത്തൗട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്തപ്പോൾ 5 വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് നമ്മളിത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ ദിസ് ഈസ് 3 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് 7 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. +7 വോൾട്ടേജ് ആൻഡ് +3 വോൾട്ടേജ്. അപ്പോൾ നമുക്ക് സ്വിങ് കിട്ടുന്നത് ഈ ഒരു ഇതായിരിക്കും. പക്ഷേ നമുക്ക് റെഫറൻസ് ഇവിടെ 0 വോൾട്ടേജ് ഇവിടെ ആയിരിക്കും, പക്ഷേ ഒരു വോൾട്ടേജ് കിട്ടുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം പഴയ ആംപ്ലിഫയറൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊന്നും കേൾക്കാത്തപ്പം, ഒന്നും സംസാരിക്കാത്തപ്പം നമുക്കൊരു മൂളൽ സൗണ്ട് കേൾക്കാം. അതൊരു ആ ഡി സിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ
ആംപ്ലിഫയർ ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂളൽ സൗണ്ട് കിട്ടും. സിഗ്നൽ ഒന്നും ഇല്ലാത്തപ്പോൾ ഒരു മൂളൽ സൗണ്ട് കിട്ടും. ആ മൂളൽ സൗണ്ട് കിട്ടുക ഒരു പർട്ടിക്കുലർ DC വോൾട്ടേജ് ആണ്. ഒരു 5 വോൾട്ടേജ് ഇങ്ങനെ DC വോൾട്ടേജ് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ എഫക്റ്റീവായിട്ട് ആ 5 വോൾട്ടേജ് ഒക്കെ ക്ലാമ്പ് ചെയ്ത് 0 വോൾട്ടേജിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ സാധാരണ ആംപ്ലിഫൈ ചെയ്യുക. ചില പഴയ ആംപ്ലിഫയറിലൊക്കെ നമുക്ക് ഇപ്പോഴും കേൾക്കാനായിട്ട് സാധിക്കും ഒരു DC വോൾട്ടേജിൻ്റെ ഒരു ഹമ്മിങ് സൗണ്ട്, ഒരു മൂളൽ സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതപ്പോൾ ബയാസ് ചെയ്യുമ്പോൾ തന്നെ ഒരു 5 വോൾട്ടേജിലായിരിക്കും നിൽക്കുന്നത്. ഇനി ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് അതിനൊരു ഞാൻ ഇൻപുട്ട് കൊടുത്ത ഒരു മില്ലി വോൾട്ടേജ് റേഞ്ചിലായിരിക്കും ഇൻപുട്ട് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു മില്ലി വോൾട്ടേജ് റേഞ്ചിലാണ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു വോൾട്ടേജ് റേഞ്ചിൽ ഒരു വേരിയേഷൻ കിട്ടി. ബട്ട് ആ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് കിട്ടിയത്. ബിക്കോസ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയ കാരണം നമുക്കൊരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്നർ മീനിങ് കിട്ടിയോ, എങ്ങനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളത്? നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബയാസ് ചെയ്ത് വെക്കുമ്പം ഈ DC ലോഡ് ലൈൻ വരച്ച് എന്തിനാണെന്ന് വെച്ച് കഴിയുമ്പം ബയാസ് ചെയ്ത് വെക്കുമ്പം നമ്മൾ ഇതിൻ്റെ ഈ ക്യൂ പോയിന്റ്, ഈ പോയിന്റിനെയാണ്, ഈ ബേസും ഈ ലോഡ് ലൈനോടെ ചേരുന്ന പോയിന്റിനെയാണ് നമ്മൾ ക്യൂ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഈ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലോഡ് ലൈനിൻ്റെ എക്സാക്ട്ലി സെൻട്രലായിട്ടാണ് വെക്കുക. എന്നാലാണ് ഇങ്ങോട്ടേക്കും മാക്സിമം സ്വിങ് കിട്ടുക, ഔട്ട്പുട്ടിന് സ്വിങ് കിട്ടുക. ഈ ക്യൂ പോയിന്റ് ഇവിടെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻപുട്ട് വോൾട്ടേജ് പോസിറ്റീവ് സൈക്കിളിൽ അത് സാച്ചുറേഷൻ റീജിയനിൽ, ഇവിടെയാണ് IC സാച്ചുറേഷൻ എന്ന് പറയുന്നത്, സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകും. ഇനി ഈ എൻഡിനകത്താണ് നമ്മൾ ബയാസ് ചെയ്ത് വെക്കുന്നതെങ്കിലോ, ബയാസിങ് പ്രോപ്പർ അല്ല, ബയാസിങ് ഇവിടെ വെക്കുന്നതെങ്കിലോ ഇതിന് ശേഷം ഇത് കട്ട് ഓഫ് റീജിയനാണ് വരുന്നത്. 0 കറണ്ടാണ് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ കട്ട് ഓഫ് റീജിയനിലേക്ക് പോയി കഴിഞ്ഞാൽ കറണ്ടൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് പോസിറ്റീവ് സൈക്കിളോ നെഗറ്റീവ് സൈക്കിളോ ഒക്കെ കട്ട് ചെയ്ത് പോകും. നിങ്ങൾ പ്രാക്ടിക്കലിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലൊക്കെ ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബയാസിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഒരു പീക്ക് മാക്സിമം ആംപ്ലിഫൈ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പീക്ക് മാത്രം ആംപ്ലിഫൈ ചെയ്യുക. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങളത് ഈ ഐഡിയ നിങ്ങൾ വളരെ ക്ലിയർ ആക്കി വെക്കണം. ഈ ഐഡിയ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആംപ്ലിഫയർ ഒക്കെ ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഐഡിയ ക്ലിയർ ആണോ നിങ്ങൾക്ക്? മനസ്സിലായോ ഇത്? അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇപ്പോൾ 0 വോൾട്ടേജിൽ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ട് 0 ആണെന്ന്. ഇൻപുട്ട് വോൾട്ടേജ് 0 ആവുമ്പോൾ ഓക്കെ, ദർ ഈസ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട്, അതൊരു ഫിക്സഡ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും. ഇനി ഇൻപുട്ടിൽ ഞാൻ എൻ്റെ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ, ബയാസിങ് വോൾട്ടേജ് അല്ല, ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഒരു ആംപ്ലിഫൈഡ് വേരിയേഷൻ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് പ്രൊവൈഡഡ് നമുക്ക് അതില്ലാത്തപ്പോൾ തന്നെ ഒരു IC ഉണ്ട്, അതിൽ ഒരു VCE ഉണ്ട്, അതുപോലെ ഒരു അങ്ങനെ എല്ലാ കറണ്ടും ഒരു IB ഉണ്ട്, IB ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ IBക്ക് ഒരു വേരിയേഷൻ ഉണ്ടാവും. ആ IBയുടെ വേരിയേഷൻ മൂലം ICക്ക് ഒരു വേരിയേഷൻ ഉണ്ടാവും. ആ ICയുടെ വേരിയേഷൻ മൂലം VCക്ക് ഒരു വേരിയേഷൻ, ഔട്ട്പുട്ട് വോൾട്ടേജിന് ഒരു വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം അങ്ങോട്ട് ലിങ്ക്ഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ആ കാര്യങ്ങൾ വളരെ മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ എ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ? ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് കണ്ടീഷനുണ്ട്. ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ കുറേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഫെയ്ത്ത്ഫുള്ളി ആംപ്ലിഫൈ ചെയ്യുള്ളൂ. അപ്പം ട്രാൻസിസ്റ്റർ ഷുഡ് ബി ഇൻ ആക്റ്റീവ് റീജിയനിലായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ, ട്രാൻസിസ്റ്റർ ഇൻ ആക്റ്റീവ് റീജിയനിലായിരിക്കും. ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയിരിക്കണം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആയിരിക്കണം. ഓക്കെ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്. ആ റീജിയനിൽ മാത്രമാണ് നമുക്ക് ആക്റ്റീവ് റീജിയനിലായിട്ട് വരികയുള്ളൂ. ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ് ലീനിയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലീനിയർ പ്രോസസ്സാണ്. അപ്പം
transistor operate linearly only in active region. So this is another point. Transistor operate linearly only in active region. Okay. And operating point. What about the next one is the operating point. അതിനെയാണ് ഞാൻ Q point എന്ന് പറഞ്ഞ is Q point should be lies in the middle of active region. Should be lies in middle of active region. This is the first condition, this is the second condition, and there is one more condition. Should need a fixed DC bias. DC biasing ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മാറും. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ബയാസിങ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ബയാസ് ചെയ്യണം. ബയാസിങ്ങിൽ വേരിയേഷൻ ഒന്നും വരാൻ പാടില്ല. അതായത് ബയാസിങ് വോൾട്ടേജിന് ഇപ്പോൾ VCC എന്നീ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിന് വേരിയേഷൻ ഒന്നും വരാൻ പറ്റില്ല. അതിന് വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മാറും, എല്ലാം നമുക്ക് വേരി ചെയ്യും. അപ്പം ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്, അതായത് ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലായിരിക്കണം വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ Q പോയിന്റ് എന്ന് പറയുന്നത് മിഡിലായിരിക്കണം Q പോയിന്റ് എന്ന് പറയുന്നത്. Q പോയിന്റ് എന്ന് പറയുന്നത് മിഡിലായിരിക്കണം. ഫിക്സഡ് DC ബയാസ് ആയിരിക്കണം. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പർലി ആയിട്ട് ഒരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടാവണം നമ്മൾ ഇനി ഇപ്പം ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളൊരു 5 minutes ബ്രേക്ക് എടുത്തോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ദെൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ.